കിച്ചണിൽ നിന്നും കൊണ്ട് കോഫിക്കായി വെള്ളം വയ്ക്കുമ്പോൾ നന്ദുവിൻ്റെ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി സ്ഥാനം പിടിച്ചിരുന്നു. ഏതോ ഒരു പ്രണയഗാനത്തിൻ്റെ ഈരടികൾ അവളെ നാവലോടെ ഒഴുകിയിറങ്ങി. അവൾ പതിയെ മൂളിക്കൊണ്ട് ഓരോ ജോലികളായി ചെയ്തുകൊണ്ടിരുന്നു. വെള്ളം തിളച്ചതും അവൾ അതിലേക്ക് കോഫി പൗഡറും പഞ്ചസാരയും ഇട്ടു. ശേഷം പാലും ഒഴിച്ച് തിളപ്പിച്ച് വാങ്ങി വെച്ചുകൊണ്ട് അവൾ അത് 2 കപ്പുകളിലായി ഒഴിച്ചു. ആനന്ദ് വാഷ്റൂമിലേക്ക് കയറുന്നത് കണ്ടുകൊണ്ടാണ് അവൾ കിച്ചണിലേക്ക് നടന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവൻ ഇറങ്ങാൻ നേരമായി എന്ന് അവൾക്ക് അറിയാമായിരുന്നു. അവൾ ആ 2 കോഫി കപ്പുകളുമായി ബെഡ്റൂമിലേക്ക് നടന്നു. നന്ദു അകത്തേക്ക് കയറിയതും ആനന്ദ് വാഷ്റൂമിൻ്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും ഒരുമിച്ചായിരുന്നു. അവനെ കണ്ടതും അവൾ കോഫി കപ്പ് അവന് നേരെ നീട്ടി. 1 മിനിറ്റ് അവളോടായി പറഞ്ഞുകൊണ്ട് അവൻ വാർഡ്രോബ് തുറന്ന് അതിൽ നിന്നും ഒരു ട്രാക്ക് പാൻറ്റും ടീഷർട്ടും എടുത്ത് ധരിച്ചു. ശേഷം മിററിന് മുന്നിൽ വന്ന് നിന്ന് മുടിയൊന്ന് കോതി ഒതുക്കിക്കൊണ്ട് അവൾ അരികിലേക്ക് വന്നു. അവളുടെ കയ്യിൽ നിന്നും കോഫി വാങ്ങി ചുണ്ടോട് ചേർത്തുകൊണ്ട് അവൻ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ബാൽക്കണിയിലേക്ക് ഇറങ്ങി. ബാൽക്കണിയിലിട്ടിരുന്ന കെയിൻ സ്വിങ്ങിൽ ചാരിയിരുന്നുകൊണ്ട് അവൻ നന്ദുവിനെ തൻ്റെ മടിയിലേക്ക് ഇരുത്തി. ശേഷം അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കോഫി ഓരോ സിപ്പായി കുടിച്ചുകൊണ്ടിരുന്നു. ആ സമയങ്ങളിലൊക്കെയും അവർ ഇരുവരും മൗനമായിരുന്നു. നിമിഷങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു. കാർമേഘങ്ങൾ പെയ്തൊഴിഞ്ഞ വാനിൽ നക്ഷത്രങ്ങൾ തിങ്ങി നിറഞ്ഞു. നന്ദുവിൻ്റെ കണ്ണുകൾ ആ നക്ഷത്രങ്ങൾ തന്നെ തറഞ്ഞു നിന്നു. നന്ദു പെട്ടെന്ന് ചെവിയുടെ അരികിലായി അവൻ്റെ ശബ്ദം കേട്ടതും അവൾ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. എനിക്ക് വിശക്കുന്നു നന്ദു. അവൻ അവളുടെ ചെവിയോരം ചേർന്ന ആർദ്രമായ ശബ്ദത്തിൽ പതിയെ പറഞ്ഞതും അവൾ മുഖം തിരിച്ച് അവനെ ഒന്ന് കോർപ്പിച്ചു നോക്കി. അയ്യോ, ഇത് നീ ഉദ്ദേശിക്കുന്ന വിശപ്പല്ലടി. എനിക്ക് ശരിക്കും വിശന്നിട്ടാ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാ. അതിനുശേഷം ഓഫീസിലെ തിരക്ക് കാണാൻ ഒന്നും കഴിക്കാൻ പറ്റിയില്ല. മീറ്റിംഗ് കഴിഞ്ഞ് നല്ല തലവേദനയോടെയായിരുന്നു പുറത്തേക്ക് വന്നത്. ക്യാൻറ്റീനിൽ പോയി ഒരു കോഫി കുടിക്കാൻ നിന്നപ്പോഴായിരുന്നു പ്രിയയുടെ അങ്ങനൊരു പെർഫോമൻസ്. അപ്പോഴേക്കും നീ കരഞ്ഞുകൊണ്ട് ഇറങ്ങി ഓടുകയും ചെയ്തു. പിന്നെ നിന്നെ ആശ്വസിപ്പിച്ച് ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ കടന്നപ്പോൾ അതിനിടയിൽ വിശപ്പറിഞ്ഞതേയില്ല. അവസാനം അവനൊരു കള്ളച്ചിരിയോടെ പറഞ്ഞതും അവൾ അവനെ ചിറഞ്ഞൊന്ന് നോക്കി. സത്യമടി വേണേ, എൻ്റെ പെണ്ണിനെ അറിയുന്ന നേരത്തൊട്ടും തന്നെ വിശപ്പ് തോന്നിയില്ല. യാതൊരു തളർച്ച ക്ഷീണമോ ഒന്നുമില്ലായിരുന്നു. എൻ്റെ പെണ്ണിലൂടെ ആദ്യമായി അറിയുന്ന അനുഭൂതിയിലായിരുന്നു. അവളുടെ കഴുത്തിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവൾ നാണത്തോടെ അവനെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു. പക്ഷെ ഇപ്പം നല്ല വിശപ്പ് തോന്നടി, അവൻ ദയനീയമായി പറഞ്ഞതും അവളൊന്ന് പുഞ്ചിച്ചുകൊണ്ട് അവനിൽ നിന്ന് അകന്നു മാറി. എന്നിട്ടെന്താ ഇതുവരെ പറയാഞ്ഞേ? അവൻ്റെ മടിയിൽ നിന്നും എഴുന്നേൽക്കുന്നതിനിടയിൽ അവൾ പതിയെ ചോദിച്ചു. എൻ്റെ കൊച്ചാകെ ക്ഷീണിച്ചില്ലേ, അതൊക്കെ കുറച്ച് കഴിയട്ടെന്ന് കരുതിയത്. അവന് പതിയെ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. വാ, ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിത്തരാം. അവൾ അതും പറഞ്ഞുകൊണ്ട് അവൻ്റെ കൈയും പിടിച്ച് കിച്ചണിലേക്ക് നടന്നു. കിച്ചണിൽ ചെന്ന് പെട്ടെന്ന് തന്നെ അവൾ ഫ്രിഡ്ജിൽ ആട്ടി വെച്ചിരുന്ന ദോശമാവ് എടുത്ത് പുറത്ത് വെച്ചു. ശേഷം ചട്നി ഉണ്ടാക്കാനുള്ള തേങ്ങയും മുളകും ഉള്ളിയും എടുത്ത് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അരച്ചെടുത്തു. പാനിൽ എണ്ണയൊഴിച്ച് കടുക് വറുത്ത ശേഷം അരച്ചു വെച്ച വെള്ള തേങ്ങ ചട്നി അതിലേക്ക് ഒഴിച്ച് കൊടുത്തു. ആവശ്യത്തിനൊപ്പം ചേർത്ത് ഇളക്കി വാങ്ങി വെച്ച ശേഷം അതിലേക്ക് ദോശ ഉണ്ടാക്കാനുള്ള പാൻ എടുത്തു വെച്ചു. പാൻ ചൂടായതും അതിലേക്ക് എണ്ണ തടവിയ ശേഷം ഒരു തവി മാവ് കോരി ഒഴിച്ച് വട്ടത്തിൽ ചുറ്റിയെടുത്തു. അവൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നോക്കിക്കൊണ്ട് ചെറു പുഞ്ചിരിയോടെ അവൻ അവളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ദോശ വെന്തതും അതൊരു പ്ലേറ്റിലേക്ക് കോരിയിട്ട് ഒരൽപ്പം ചട്നി കൂടി ഒഴിച്ചുകൊണ്ട് തന്നെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് നിൽക്കുന്ന ആനന്ദിൻ്റെ നേരെ നീട്ടി. ഇത്ര പെട്ടെന്നുണ്ടാക്കി കഴിഞ്ഞോ? തൻ്റെ മുന്നിൽ നീട്ടിപ്പിടിച്ചിരിക്കുന്ന പ്ലേറ്റിലെ മൊരിഞ്ഞ ദോശ കണ്ടതും അവൻ കണ്ണുകൾ വിടർത്തിക്കൊണ്ട് ചോദിച്ചു. പെട്ടെന്ന് കഴിക്ക്, അവൾ പറഞ്ഞുകൊണ്ട് വീണ്ടും അടുത്ത ദോശ ചൂടാനായി തിരിഞ്ഞു. അപ്പോഴേക്കും അവൻ പ്ലേറ്റ് കയ്യിലെടുത്ത് ഓരോ കഷ്ണം ദോശയും മുറിച്ച് കഴിക്കാൻ തുടങ്ങി. നല്ല സൂപ്പർ ടേസ്റ്റ്. എൻ്റെ പെണ്ണിനപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പാചകം അറിയാം അല്ലേ? അവൻ പറഞ്ഞു കേട്ട് അവളൊന്ന് പുഞ്ചിരിച്ചു. അവളുടെ മനസ്സിലേക്ക് ആ നിമിഷം കടന്നു വന്നത് 15 വയസ്സ് വരെ അടുക്കളയുടെ പടിവാതിൽ കയറാതിരുന്ന താൻ അച്ഛൻ്റെയും അമ്മയുടെയും മരണശേഷം ഗൗതമൻ്റെയും ശാരികയുടെയും നിർബന്ധപ്രകാരം ആ വീട്ടിലെ സകല ജോലികളും ചെയ്തതായിരുന്നു. ആ ഓർമ്മയിൽ അവളുടെ കണ്ണുകൾ ഈറനായെങ്കിലും നിമിഷ നേരം കൊണ്ട് അവളത് മറച്ചു പിടിച്ച് ഒരു പുഞ്ചിരിയുടെ ആവരണം അണിഞ്ഞു. ഇത്രയും ദിവസം സ്നേഹിച്ചയുടെ പാചകമായിരുന്നതുകൊണ്ട് എൻ്റെ പെണ്ണിൻ്റെ കൈപ്പുണ്യമൊന്നും അറിയാൻ പറ്റിയില്ല. അവനൊരു കഷ്ണം ദോശ മുറിച്ചെടുത്ത് വായിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞതും അവളൊരു ദോശ കൂടി അവൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തു. അതിൽ നിന്നും അല്പം മുറിച്ചെടുത്ത് അവളുടെ വയറ നിരം നീട്ടിയതും അവളത് തടഞ്ഞു. എനിക്ക് വേണ്ട നന്ദേട്ട, നന്ദേട്ടന് നല്ല വിശപ്പുണ്ടെന്നല്ലേ പറഞ്ഞേ. നന്ദേട്ടൻ കഴിക്ക്, ഞാൻ പിന്നെ കഴിച്ചോളാം. അവൾ പറഞ്ഞു കേട്ട് അവനൊന്നും മിണ്ടാതെ അതവളുടെ വായിലേക്ക് തന്നെ വെച്ചു കൊടുത്തു. നീയും എന്നെപ്പോലെ തന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടാകില്ലെന്ന് എനിക്കറിയാം. അപ്പം പിന്നെ ഒന്നും മിണ്ടാതെ എൻ്റെ കൊച്ചിത് കഴിക്ക്. അതും പറഞ്ഞിട്ട് അവൻ ഓരോ കഷ്ണം ദോശയും അവളുടെ വായിലേക്ക് വെച്ച് കൊടുത്തു. അതോടൊപ്പം അവനും കഴിച്ചു. അവൻ തരുന്ന ഓരോ കഷ്ണവും കഴിക്കുന്നതിനൊപ്പം അവൾ ഓരോന്നും ഉണ്ടാക്കിക്കൊണ്ടിരുന്നു.
മതി പെണ്ണെ, വയറ് നിറഞ്ഞു. അപ്പോഴേക്കും അവളുടെ വയറ് നിറഞ്ഞിരുന്നു. അവൾ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചുകൊണ്ട് അവൻ്റെ കയ്യിൽ നിന്നും പ്ലേറ്റ് വാങ്ങി കഴുകി വെച്ചു. സ്നേഹിച്ചിയൊന്നും ഇതുവരെ കണ്ടില്ല നന്ദേട്ടാ. അവർ ഇരുവരും പുറത്തേക്കുള്ള ഡോർ തുറന്നിറങ്ങുന്നതിനിടയിൽ നന്ദു അവനോടായി ചോദിച്ചു. ഷോപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതും പറഞ്ഞുകൊണ്ട് അവൻ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പുറത്തെ തണുപ്പിലേക്ക് ഇറങ്ങി. ആ സമയമാണ് കുഞ്ഞ് അങ്ങോട്ടേക്ക് വന്നത്. ഹായ് നന്ദു. ഹായ് ആനന്ദേട്ടാ. ആനന്ദ് അവളെ നോക്കി നിന്ന് ചിരിച്ചു. ഹായ് കുഞ്ഞേച്ചി. കുഞ്ഞേച്ചി എന്താ ഈ സമയത്ത് ഇവിടെ? നന്ദു അവളുടെ അരികിലേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു. നിങ്ങളെ ഫുഡ് കഴിക്കാൻ വിളിക്കാൻ വന്നതാ. ഇച്ചാൻ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളൊന്നും കഴിക്കാതെ വന്നിരിക്കുന്നതെന്ന്. അയ്യ കുഞ്ഞേച്ചി, ഞങ്ങൾ കഴിച്ചല്ലോ. അവൾ പറഞ്ഞു കേട്ട് നന്ദു അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. കഴിച്ചോ? എവിടെന്ന്? കുഞ്ഞ് അത്ഭുതത്തോടെ ചോദിച്ചു. ഫ്രിഡ്ജിൽ ദോശമാവ് ഇരിപ്പുണ്ടായിരുന്നു. നന്ദു അതെടുത്ത് ദോശ ഉണ്ടാക്കി തന്നു. ആനന്ദ് പറഞ്ഞതും കുഞ്ഞ് നന്ദുവിനെ ഒന്ന് നോക്കി. ആണോ? ഇച്ചാൻ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ കരുതി നിങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടാവില്ലെന്ന്. അതാ ഓടിപ്പാഞ്ഞു വന്നത്. എന്നാൽ ശരി, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. പിള്ളേരെ പഠിപ്പിക്കാൻ എത്തിയേക്കുക. ശരി ചേച്ചി. നന്ദു പറഞ്ഞതും കുഞ്ഞ് അവരോട് യാത്ര പറഞ്ഞിട്ട് വെളിയിലേക്ക് പോയി. അവൾ പോയതും ആനന്ദ് നന്ദുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. ശേഷം TV ഓൺ ചെയ്തുകൊണ്ട് ഹാളിൽ തന്നെ സെറ്റിലേക്ക് ഇരുന്നു. നന്ദു, നാളെ രാവിലെ നമുക്ക് ഒരിടം വരെ പോകണം കേട്ടോ. എവിടെ നന്ദേട്ടാ? അതൊക്കെ നാളെ രാവിലെ ചെല്ലുമ്പോൾ അറിയാം. അതും പറഞ്ഞ് അവനെ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സോഫയിലേക്ക് ചാരിയിരുന്നു. അവിടെ ഒരു പുഞ്ചിരിയോടെ അവനെ നെഞ്ചിലേക്ക് മുഖം അമർത്തിയിരുന്നു. നന്ദു. കുറച്ച് സമയത്തിന് ശേഷം അവൻ പതിയെ വിളിച്ചതും അവളൊന്ന് മോളി. ഇന്ന് ഓഫീസിൽ നടന്ന സംഭവത്തെക്കുറിച്ച് നിനക്കൊന്നും ചോദിക്കാനില്ല പെണ്ണേ? അവൻ ചോദിച്ചതും അവൾ മുഖം ഉയർത്തി നോക്കാതെ തന്നെ ഇല്ലെന്ന രീതിയിലൊന്ന് മോളി. അതെന്താ? അവനൊരു ചിരിയോടെ ചോദിച്ചു. എനിക്കതിനെക്കുറിച്ചൊന്നും അറിയേണ്ട നന്ദേട്ടാ. നന്ദേട്ടൻ എൻ്റെയാണ്, എൻ്റെ മാത്രം. അതിനിടയിലേക്ക് വേറെ ആര് വന്നാലും ഞാൻ സമ്മതിക്കില്ല. അവൾ കൊച്ചു കുട്ടിയെപ്പോലെ വാശിയോടെ പറഞ്ഞതും അവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാകില്ല നന്ദു. പ്രിയയുടെ ആറ്റിറ്റ്യൂഡിൽ എനിക്ക് ആദ്യമേ തന്നെ സംശയം തോന്നിയിരുന്നുവെങ്കിലും ഇത്ര പെട്ടെന്ന് അവളിൽ നിന്നും ഒരു കൺഫെഷൻ ഉണ്ടാകുമെന്ന് കരുതിയില്ല. അവൻ പറഞ്ഞതും അവൾ അതിന് മറുപടിയൊന്നും പറയാതെ മിണ്ടാതിരുന്നതേയുള്ളൂ. പിന്നീട് അവനും അതിനെക്കുറിച്ചൊന്നും പറയാൻ നിന്നില്ല. എന്തുകൊണ്ടോ രണ്ടുപേർക്കും ആ കാര്യത്തെക്കുറിച്ച് പറയാനോ കേൾക്കാനോ താല്പര്യമുണ്ടായിരുന്നില്ല. അവൻ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സെറ്റിലേക്ക് ചാരിയിരുന്നു. രാത്രിയിൽ ഗിരിയും സ്നേഹയും ഒരു അല്പം ടെൻഷനോടെയാണ് വീട്ടിലേക്ക് കയറി വന്നത്. നന്ദുവിൻ്റെ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരി കണ്ടപ്പോൾ തന്നെ അവിടെ പിണക്കമെല്ലാം മാറിയെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവർ പിന്നെ അതിനെക്കുറിച്ച് കൂടുതലും ചോദിക്കാനോ പറയാനോ നിന്നില്ല. ആനന്ദ് ഗിരിയോടൊപ്പം ബിസിനസ് ചർച്ചയിൽ ഏർപ്പെട്ടപ്പോൾ നന്ദു സ്നേഹയോടൊപ്പം കിച്ചണിലേക്ക് നടന്നു. തിരിഞ്ഞു നടക്കുന്നിടയിൽ ഗിരിയോടൊപ്പം സെറ്റിലേക്ക് ഇരിക്കുന്ന ആനന്ദിനെ അവളൊന്ന് നോക്കിയതും അവനൊരു പുഞ്ചിരിയോടെ അവളെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു കൊടുത്തു. ആ നിമിഷം അവളും അവനെ നോക്കി ചെറുനാണത്തോടെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു. പിറ്റേന്ന് രാവിലെ തന്നെ ആനന്ദ് നന്ദുവിനെയും കൂട്ടി യാത്ര തിരിച്ചു. നമ്മളിത് എങ്ങോട്ടാണ് നന്ദേട്ടാ പോകുന്നേ? കാറിൽ മുന്നോട്ട് പോകുമ്പോൾ സംശയത്തോടെ ചോദിക്കുന്നവളെ നോക്കി അവൻ ഒരു കണ്ണിറക്കി കാണിച്ചു. അതൊക്കെ നമുക്ക് അവിടെ എത്തുമ്പോൾ അറിയാൻ വേണേ. എൻ്റെ പെണ്ണ് കുറച്ച് നേരം കൂടി ഒന്ന് ക്ഷമിക്ക്. അവനൊരു ചിരിയോടെ പറഞ്ഞതും പിന്നെ അവളൊന്നും മിണ്ടാൻ നിന്നില്ല. അവർ നേരെ പോയതൊരു മാർഷ്യൽ ആർട്സ് അക്കാദമിയിലേക്കായിരുന്നു. നമ്മൾ എന്തിനാ നന്ദേട്ട ഇവിടെ വന്നത്? ബോർഡ് വായിച്ചതും അവൾ നീട്ടിച്ച് വിളിച്ചുകൊണ്ട് അവനോടായി ചോദിച്ചു. പറയാം, നീ വാ. അവൻ അവളെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് നടന്നു. റിസപ്ഷനിൽ ചെന്ന് രജിസ്ട്രേഷൻ ഫോം വാങ്ങിയപ്പോൾ അവളൊന്നും മനസ്സിലാവാതെ അവനെ തന്നെ നോക്കി നിന്നു. വാ. അവൻ അവളുടെ കൈയും പിടിച്ച് ഒരു ചെയറിലേക്ക് പോയിരുന്നുകൊണ്ട് ഫോം ഫിൽ ചെയ്യാൻ തുടങ്ങി. ഒരു നിമിഷം അവളുടെ കണ്ണുകൾ ആ ഫോമിലേക്ക് നീണ്ടതും അതിലെഴുതിയിരിക്കുന്ന പേര് കണ്ട് അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. നന്ദേട്ടാ, എന്തേത്? എന്നെ ഇവിടെ പഠിപ്പിക്കാനാണോ കൊണ്ടുവന്നിരിക്കുന്നത്? അവൾ ഞെട്ടലോടെ അവനോട് ചോദിച്ചുവെങ്കിലും അവനതിന് മറുപടിയൊന്നും പറയാതെ ഫോം ഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. നന്ദേട്ടാ. മിണ്ടാതിരിക്കുന്നതു, ഇതൊന്ന് കഴിയട്ടെ, എന്നിട്ട് ഞാൻ അല്പം വിശദമായിട്ട് പറഞ്ഞു തരാം. അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് വീണ്ടും വിളിച്ചതും അവൻ ഗൗരവത്തോടെ പറഞ്ഞു. ശേഷം ആ ഫോം മുഴുവനും ഫിൽ ചെയ്യാൻ തുടങ്ങി. നന്ദു ടെൻഷനോടെ അതിലേക്കും അവൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു. ഫിൽ ചെയ്ത് കഴിഞ്ഞതും അവനത് നേരെ കൊണ്ടുപോയി റിസപ്ഷനിൽ കൊടുത്തു. ഓക്കെ സാർ, ഇന്ന് മുതൽ തന്നെ ക്ലാസ്സിൽ കയറാം. താങ്ക് യു. റിസപ്ഷനിസ്റ്റിനോട് നന്ദിയും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കൈയും പിടിച്ച് അകത്തേക്ക് നടന്നു. നന്ദേട്ടാ, എന്നിവിടെ ചേർക്കാൻ കൊണ്ടുവന്നതാണോ? അകത്തേക്ക് നടക്കുന്നിടയിൽ അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് ചോദിച്ചതും അവൻ തിരിഞ്ഞ് അവളെ നോക്കി. അതെ. അവൻ മറുപടി പറഞ്ഞു കേട്ട് അവളെ നെറ്റിച്ച് ഒളിഞ്ഞു. എന്തിനാ നന്ദേട്ടാ എന്നിവിടെ ചേർക്കുന്നത്? എനിക്കിതൊന്നും അറിയില്ല. അവൾ താല്പര്യമില്ലാത്ത മട്ടിൽ അവിടെ ചുറ്റിനും വന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇങ്ങനെയൊക്കെ തന്നെയാണ് നന്ദു താല്പര്യം വരുന്നത്. തൽക്കാലം ഇപ്പം നീ ഇതൊക്കെ പഠിച്ചിരിക്കണം. അതിനൊരു കാരണമുണ്ടെന്ന് കൂട്ടിക്കോ. എന്ത് കാരണം? അവൻ പറഞ്ഞു കേട്ട് അവൾ സംശയത്തോടെ ചോദിച്ചു. അതൊക്കെ പിന്നെ പറയാം. തൽക്കാലം എൻ്റെ മോളിങ്ങോട്ട് വാ.
അവൻ പറഞ്ഞിട്ട് മുന്നോട്ട് നടക്കാൻ തുടങ്ങിയതും അവൾ വീണ്ടും അവൻ്റെ കയ്യിൽ പിടിച്ചു. പറ്റില്ല, ഇപ്പം പറഞ്ഞിട്ട് പോയാൽ മതി. എന്താ കാണാം? അത് അതും പറഞ്ഞുകൊണ്ട് അവൻ കുറച്ച് കാര്യങ്ങൾ അവളോട് പറഞ്ഞു. അവൻ പറയുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കും തോറും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു, ചുണ്ടുകൾ വിറച്ചു, ശരീരത്തിലാകെ ഭയത്തിൻ്റെ കണികൾ അലയടിച്ചു. നന്ദേട്ടാ, അവൾ ഭയത്തോടെ അവൻ്റെ കയ്യിൽ മുറുക്ക പിടിച്ചു. പേടിക്കാതെ പെണ്ണേ, ഞാനില്ല കൂടെ. എൻ്റെ പെണ്ണ് ഒരു ആപത്തുണ്ടാക്കാൻ ഈ ആനന്ദ കൂടെയുള്ളപ്പോൾ അനുവദിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവൻ പറയുന്ന കേട്ട് അവൾ നിറ കണ്ണുകളോടെ അവനെ നോക്കി. ഞാൻ കൂടെയുള്ളപ്പോൾ എൻ്റെ കുഞ്ഞിന് ഒരാപത്തും ഉണ്ടാകില്ല. പക്ഷെ അത് മാത്രം പോരാ മോളെ. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഞാൻ നിൻ്റെ കൂടെ ഇല്ലെങ്കിലും ഒരു അപകടം വന്നാൽ നീ സ്വയം രക്ഷ നേടണം. അന്നത്തെ പോലെയല്ല. അന്ന് വന്നവനെ നീ കുത്തി പരിക്കേൽപ്പിച്ചുവെങ്കിലും നീ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. എന്നാൽ ഇനി അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. നിന്നെ ഉപദ്രവിക്കാൻ വരുന്നവനെ നീ സ്വയം നേരിടണം. അത് അവൻ്റെ മുന്നിൽ യാതൊരു ഭയം കൂടാതെ. നിനക്കൊന്നും നഷ്ടപ്പെടാതെ തന്നെ നീ അവനെ തല പറ്റിക്കണം. മനസ്സിലായോ? അവൻ പറഞ്ഞു കിട്ട അവൾ തല കുലുക്കിയെങ്കിലും അവളുടെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. എൻ്റെ കൊച്ചേ, ഇന്നിങ്ങനെ പേടിക്കാതെ ഇപ്പം തൽക്കാലം എൻ്റെ കുഞ്ഞു പോയി സെൽഫ് ഡിഫെൻസ് പഠിക്ക്. ബാക്കിയൊക്കെ നമുക്ക് പതിയെ ആലോചിച്ച് ചെയ്യാം. ഓക്കെ? അവൻ പറഞ്ഞുകൊണ്ട് അവൾ അവനെ നോക്കിക്കൊണ്ട് അകത്തേക്ക് നടന്നു. അവളുടെ പിന്നാലെ ഒരു ചെറിയ ചിരിയോടെ അവനും നടന്നു. പിന്നീടുള്ള ദിവസങ്ങളെല്ലാം അവൻ്റെ നിർദ്ദേശപ്രകാരം മാർഷൽ ആർട്സ് പഠിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ നല്ല രീതിയിൽ തന്നെ ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും പതിയെ അവൾ ഓരോന്നും പഠിച്ചെടുത്തു. അക്കാദമിയിലെ പഠനത്തോടൊപ്പം തന്നെ അവൾ ആനന്ദിൻ്റെ കൂടെ പ്രാക്ടീസും ചെയ്തു പോന്നു. നന്ദു പഠിക്കുന്നത് കൊണ്ട് ആവേശം കയറി കുഞ്ഞിയും അവളോടൊപ്പം പഠിക്കാൻ പോയി. ദിവസങ്ങൾ ഓടി മറയുന്നതിനോടൊപ്പം നന്ദു നന്നായി തന്നെ ഓരോന്നും പഠിച്ചെടുത്തു. നല്ലതുപോലെ പ്രാക്ടീസ് ആയില്ലെങ്കിൽ പോലും അത്യാവശ്യം ആരെങ്കിലും വന്നാൽ ചേർത്ത് നിൽക്കാൻ പാകത്തിലുള്ളത് എല്ലാം അവൾ ഹൃദ്യസ്ഥമാക്കി. അലാർത്തിൻ്റെ ശബ്ദം കേട്ടും ആനന്ദിൻ്റെ നഗ്നമായി നെഞ്ചിൽ തലവെച്ച് കിടക്കുകയായിരുന്ന നന്ദു ഒന്ന് ചിണങ്ങിക്കൊണ്ട് കണ്ണുകൾ തുറന്നു. ഒന്നും ഞെളിഞ്ഞുകൊണ്ട് അവൾ എഴുന്നേൽക്കാൻ നോക്കിയെങ്കിലും ആനന്ദ് ഇരിക്കൈകൾ കൊണ്ടും അവളെ മുറുകെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് തന്നെ അവൾക്ക് പെട്ടെന്ന് എഴുന്നേൽക്കാൻ സാധിച്ചിരുന്നില്ല. അവൾ ഉറങ്ങിക്കിടക്കുന്ന അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കൊണ്ട് കൈയെത്തിച്ച് അലാറാം ഓഫ് ചെയ്തു. ശേഷം പതിയെ അവൻ്റെ കൈകളെടുത്ത് മാറ്റി പുതപ്പ് കൂട്ടിപ്പിടിച്ചുകൊണ്ട് കട്ടിൽ നിന്നും എഴുന്നേറ്റതും അതേ സ്പീഡിൽ തന്നെ അവൾ അവനെ നെഞ്ചിലേക്ക് വന്നു വീണു. നന്ദേട്ടാ, എന്തേത്? എന്നെ വിട്ടേ, ഞാൻ എഴുന്നേൽക്കട്ടെ? അവൾ അവൻ്റെ കൈക്കുള്ളിൽ കിടന്നുകൊണ്ട് ചിണങ്ങി. അവിടെ അടങ്ങിക്കിടക്ക് പെണ്ണേ, അവൻ പറഞ്ഞുകൊണ്ട് അവളെ ഒന്നുകൂടെ ചുറ്റിപ്പിടിച്ചു. മാറിക്കേ നന്ദേട്ടാ, ഈ സമയം ഒരുപാടായി, എനിക്ക് കോളേജിൽ പോകാനുള്ളതാ. അവൾ അവൻ്റെ കയ്യിൽ കിടന്ന് കുതറിക്കൊണ്ട് പറഞ്ഞതും അവൻ അവളെയും കൊണ്ടൊന്നും മറിഞ്ഞ് അവളെ തൻ്റെ കീഴിലാക്കി. നന്ദേട്ടാ. ദീർഘനേരത്തെ ചുംബനത്തിനൊടുവിൽ അവൻ അവളിൽ നിന്നും അകന്നു മാറിയതും പാതിയടഞ്ഞ കണ്ണുകളോടെ അവൾ അവനെ തന്നെ നോക്കിക്കിടന്നു. നന്ദു. ആർദ്രമായ ശബ്ദത്തിൽ അവൻ അവളെ വിളിച്ചതും അവളൊന്ന് മൂളിയതേയുള്ളൂ. ഈ പുലർക്കാല തണുപ്പിൽ നിന്നെയും കെട്ടിപ്പിടിച്ചുകൊണ്ടിങ്ങനെ കിടക്കാൻ കൊതിയാവുന്ന പെണ്ണെ. അവൻ്റെ വശ്യമായ സ്വരം കാതിൽ പതിഞ്ഞതും അവളൊരു പുഞ്ചിരിയോടെ അവനോട് ചേർന്ന് കിടന്നു. അവൻ്റെ ഓരോ വാക്കുകളും അവളിലെ പെണ്ണിനെ ഉണർത്താൻ തക്കതായിരുന്നു. അവളിരു കൈകൾ കൊണ്ടും അവനെ മുറുക്കെ പുണർന്നുകൊണ്ട് അവൻ്റെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തിയിൽ അവന് ഞെട്ടിയെങ്കിലും പതിയെ അവൻ അവൾക്ക് വിധിയായി കിടന്നു കൊടുത്തു. അവൻ്റെ ഇരുചുണ്ടുകളും മാറി മാറി ചുംബിക്കുന്നതിനൊപ്പം അവളുടെ കൈകൾ അവൻ്റെ പുറമേനിയിലാകെ അലഞ്ഞു നടന്നു. പതിയെ അവൻ അവളെയും കൊണ്ട് തിരിഞ്ഞു കിടന്നു. ഇപ്പോൾ അവൾ അവൻ്റെ മേലെയായി. എപ്പോഴും അവൾ അവനെ ചുംബിച്ചുണർത്തിക്കൊണ്ട് തന്നെ ഇരുന്നു. ചുംബനത്തിൻ്റെ തീവ്രത കൂടുന്തോറും അവൾ നാവ് അവൻ്റെ നാവുമായി കോർത്തു. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ലേറ്റ് ആകുമെന്ന്. അപ്പം കേട്ടില്ല. ഇപ്പം കണ്ടോ, സമയം 9 കഴിഞ്ഞു. ഇനി എപ്പോഴാണ് ഞാൻ കോളേജിൽ എത്തുന്നത്? വാഷ്റൂമിൻ്റെ ഡോർ തുറന്ന് ഇറങ്ങിയതും മരണം മുന്നിൽ നിന്നുകൊണ്ട് പരിഭവം പറയുന്നുള്ള ശബ്ദമാണ് ആനന്ദിൻ്റെ ചെവിയിൽ പതിച്ചത്. അവനൊരു പുഞ്ചിരിയോടെ അവളെ അരികിലേക്ക് നടന്നു. കയ്യിലിരുന്ന ടവൽ സ്റ്റാൻഡിലേക്ക് ഇട്ടുകൊണ്ട് അവൻ അവളുടെ വയറോടെ ചുറ്റിപ്പിടിച്ചു. എന്താ നന്ദുസേ, ആരെങ്ങനെ കുറ്റം പറയുന്നത്? എന്നെയാണോ? അവനുള്ള തോളിൽ താടി മുട്ടിച്ച് നിന്നുകൊണ്ട് പറഞ്ഞതും അവൾ മിററിലൂടെ അവനെ കോർപ്പിച്ച് നോക്കി. ദേ നന്ദേട്ടാ, മാറി നിന്നേ, എനിക്ക് കോളേജിൽ പോകാനുള്ളതാ. അവൾ പറഞ്ഞുകൊണ്ട് അവനിൽ നിന്നും അകന്നു മാറി മുടി കെട്ടാൻ തുടങ്ങി. വൃത്തിയായി മുടി കെട്ടിവെച്ച ശേഷം ടേബിൾ വെച്ചിരുന്ന ബാഗുമെടുത്ത് അവനെ നോക്കിയെന്ന് ചുണ്ടുകൂട്ടി കാണിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയതും അവൾ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവൻ അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. നന്ദേട്ടാ. ചിണുങ്ങലോടെ അവൾ വിളിച്ചതും അവൻ പതിയെ അവളെ ചുണ്ടിലൊന്നും മുത്തിക്കൊണ്ട് അവളെ കഴുത്തിലൂടെ കൈയിട്ടു. എൻ്റെ കൊച്ചു കൂടുതൽ ടെൻഷൻ ആവണ്ട. ഇന്ന് നിന്നെ നേരം വൈകാതെ തന്നെ കോളേജിലെത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു പോരെ. അവനൊരു കണ്ണിറുകി കാണിച്ചുകൊണ്ട് അവളോടായി പറഞ്ഞതും അവളുടെ മുഖം വിടർന്നു. സത്യം? വിടർന്ന കണ്ണുകളോടെ അവൾ ചോദിച്ചതും അവനൊരു പുഞ്ചിരിയോടെ തലയാട്ടി. താങ്ക്സ് നന്ദേട്ടാ. അവൾ അവൻ്റെ കവിളൊന്നും മുത്തിക്കൊണ്ട് പറഞ്ഞതും അവനൊരു പുഞ്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു.